കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി തിരിച്ച് സ്റ്റാൻഡിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു വീഡിയോ. സോ അത് വളരെ സന്തോഷപൂർവ്വമാണ് നമ്മൾ സ്വീകരിച്ചത്. നല്ല കാര്യമാണ്. നമ്മുടെ പ്ലേയേഴ്സ് കുറച്ച് എൻകറേജിങ് അല്ലെങ്കിൽ നല്ലൊരു സെൻഡ് ഓഫ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അവർ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, നല്ല കാര്യം. സോ മഞ്ഞപ്പടയിൽ നിന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ മഞ്ഞപ്പട വരാൻ സാധ്യത ഇല്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം എന്നുള്ള ഒരു സാഹചര്യമാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ മഞ്ഞപ്പട നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. ബോയ്ക്കോട്ട് അത് തന്നെയാണ്. അപ്പോ ഇതിലെ ഒരു പോസിറ്റീവും നെഗറ്റീവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി എടുത്തിരിക്കുന്ന ആ ഒരു സംഭവത്തിലെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാം, അടിപൊളി, അവര് പ്ലേയേഴ്സ് അർഹിക്കുന്ന ഒരു സെൻഡ് ഓഫ് അവർ കൊടുക്കുന്നു. പക്ഷെ ഇതിലൊരു നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അത് മഞ്ഞപ്പടയുമായിട്ട് കണക്ട് ചെയ്ത് പറയാം. അതായത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടായിട്ട് ഈ കാര്യം ഇങ്ങനെ സംസാരിച്ചു, മഞ്ഞപ്പട തിരിച്ചു വരുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ ആള് അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ശരിയായിട്ട് തോന്നി. അതായത് നമ്മുടെ മാനേജ്മെന്റ്, അതായത് നമ്മുടെ ടീം റെലഗേറ്റ് ആവും എന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഫാൻസ് വിങ്ങുകൾ ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കുന്നത്. പെട്ടെന്ന് ഇതിന്റെ കൂടെ ഇത്രയും ഫാൻസ് വിങ്ങുകൾ ഇല്ലാതെ ആയപ്പോഴത്തേക്ക്, എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്തപ്പോഴത്തേക്ക്, സ്റ്റേഡിയത്തിൽ വരാതെ ആയപ്പോഴത്തേക്ക് സ്പോൺസേഴ്സ് പെട്ടെന്ന് ഇട്ടിട്ട് പോയി. 2 സ്പോൺസേഴ്സ് പെട്ടെന്ന് പോയി. അപ്പോ പിന്നീട് സ്പോൺസേഴ്സ് വരണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന സ്പോൺസേഴ്സ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ സ്റ്റേഡിയത്തിൽ ആളെ കാണിച്ചേ പറ്റൂ. അതിന്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്തു? ഫ്രീ ടിക്കറ്റും ബസ്സിന് ആളെ ഇറക്കിയും ഒക്കെ സ്റ്റേഡിയം ഫില്ല് ചെയ്യാനും അല്ലെങ്കിൽ ഈസ്റ്റ് ഗാലറി ഒക്കെ ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ മാനേജ്മെന്റ് ഉള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഏതെല്ലാം രീതിയിലുള്ള PR നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കറിയാം, ഞാനും സ്റ്റേഡിയത്തിൽ പോയിരുന്നപ്പോൾ കുറെ ആളുകൾ കയറി വരുന്നു. അവർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നു. ഞാനൊന്ന് ആലോചിച്ച് ഇവരൊക്കെ എങ്ങനെയാ? കുറെ ആളുകൾക്ക് വന്നിട്ട് ഇത് ഏത് കളിയാ, ആരുടെ കളിയാ, കേരളോ, ഏത് ജേഴ്സിയാ കേരളത്തിന്റെ എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകൾ സ്റ്റാൻഡിൽ വരുന്നു, കളി കാണാതിരിക്കുന്നു. അവര് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പോവാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു. ഇവര് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത് എനിക്ക് ചിന്തിച്ചു പോയി ഞാൻ അന്നേരം സ്റ്റാൻഡിൽ ഇരുന്ന സമയത്ത്. പിന്നീടാണ് ഇതിന്റെയൊക്കെ ബാക്ക് സൈഡിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നത്. അപ്പം വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് മാനേജ്മെന്റ് ആളിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അത് മറ്റാർക്കും വേണ്ടിയിട്ട്, ടീമിന് വേണ്ടിയുള്ള സപ്പോർട്ടിനോ ഒന്നിനും വേണ്ടിയിട്ടല്ല, സ്പോൺസേഴ്സിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആളെ കാണിക്കുക എന്നുള്ള പരിപാടിയാണ്. സ്പോൺസേഴ്സിന് മുഴുവൻ ആളെ കാണിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോ മഞ്ഞപ്പട ഈ ബോയ്ക്കോട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ലാസ്റ്റ് ഒരു മത്സരത്തിന് വേണ്ടി വരികയാണെങ്കിൽ, നമ്മുടെ ലാസ്റ്റ് മത്സരമാണ്. സോ നമ്മുടെ മാനേജ്മെന്റ് ചെയ്യാൻ പോകുന്നത് അതിനെയും ചൂഷണം ചെയ്യും എന്നുള്ളതാണ്. അതായത് മഞ്ഞപ്പട തിരികെ വന്നിരിക്കുന്നു, ആർമി തിരികെ വന്നിരിക്കുന്നു, ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കും. സോ സ്പോൺസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ഇവർക്ക് എളുപ്പമാണ്. സോ നമ്മളെ വീണ്ടും ഒരു തവണ കൂടി ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഇനിയും സ്റ്റാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും കിട്ടും. അതിനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ നെഗറ്റീവ്. സോ താങ്ക് യു.